സ്പൂൺ വേണ്ടേ മറ്റൊരു ജ്യൂസിന് വേണ്ടിയത് ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പുതറിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പോക്കറ്റ് ഷവർമയുണ്ട്, പിന്നെ കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ എന്താണ് കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ എന്തോ ഉന്നക്കായ ഉണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് ഈ ഫ്രൂട്ട് കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനാട്ടോ ചെയ്യൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. പിന്നെ നോമ്പ് തുറക്കാൻ സമയം ഇങ്ങനെ പോകണ്ടേ, അപ്പോൾ ഷമാമും ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഞാൻ ബത്തക്കവെള്ളം ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, ബത്തക്കവെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ടായിട്ട് ഒരു മുസമ്പി പോലത്തെ നാരങ്ങയും പിന്നെ മുസമ്പിയും പിന്നെ മുന്തിരിയും ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ്. പിന്നെ ഫുഡായിട്ട് ഉമ്മ ചിക്കൻ കറിയും ചോറും അങ്ങനെയാണ് ആക്കിയത്. പിന്നെ എനിക്കാണെങ്കിലും എൻ്റെ അണ്ണാക്ക് മൊത്തം പുണ്ണയച്ച് ഭയങ്കര എരിവാണ് കേട്ടോ. എന്നാലോ എരിവുള്ള ഫുഡ് കഴിക്കൽ നിർത്തുമോ അതും ഇല്ല. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് തോന്നണു ഈടായിട്ട് അങ്ങനെ വിശപ്പൊന്നും അറിയുന്നില്ല, ദാഹമാണുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും പറയുന്നുണ്ട് പണ്ടത്തെ ആ ഒരു റമളാനൊക്കെ നമുക്ക് ഭയങ്കര വൈബായിരുന്നല്ലോ, റമളാൻ്റെ എല്ലാവരും കൂടെ. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനത്തെ അത്ര ആ ഒരു ഇതറിയുന്നില്ല അല്ലേ. അപ്പം നല്ല എന്താണ് പണ്ടത്തെ പോലെ ആ ഒരു എനർജി അങ്ങനെ ഒന്നും ഇല്ല, രസമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ നോമ്പെടുത്ത് പോകണു. ഓക്കെ. ആൻഡ് എന്താ പറയുക, എന്നാൽ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ അനിയത്തി ഇപ്പോൾ എന്തിനാണ് അവളുടെ സ്കൂൾ ഐഡൻറ്റിറ്റി ടാഗ് ഇട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. ഇവളിങ്ങനെയാണ്. ഇവൾ എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ നോമ്പ് നോൽക്കുകയില്ല, എന്നാലോ ഫസ്റ്റ് ഇതൊക്കെ ഫുഡൊക്കെ വെക്കുന്നതിന് മുമ്പേ ടേബിളിൽ വന്നിരിക്കുന്ന ആകെ ഒരാൾ ഇവളാണ് കേട്ടോ. ഈ പെണ്ണാണെങ്കിലോ ചെറുതില്ലേ നോമ്പെടുക്കില്ല, നോമ്പെടുത്ത ആൾക്കാർ നോമ്പെടുക്കാൻ വിടുകയില്ല. ഓളെല്ലാവരും വാരി 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 തിന്നാണ്. എനിക്ക് അറിഞ്ഞൂടെ ഓക്ക് എവിടെ നിന്നാണ് ഇത്ര സ്പേസ് നീട്ടാ. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ മുതലേ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടക്കലായി ഇവളെ പണി. പിന്നെ എനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. ഓളിൻ്റെ കട്ട്ലേറ്റൊക്കെ എടുത്ത് തിന്ന്. പിന്നെ കിളിക്കൂട് എന്നൊക്കെ പറഞ്ഞ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തിന്നണേ. ഈ പുറമേലൊരു സേമിയ കവറിങ് ആയിട്ട് വരുന്നതാണ്. ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ എനിക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എത്ര പെട്ടെന്നാലേ 4-5 നോമ്പൊക്കെ കഴിഞ്ഞു പോയത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പണ്ടത്തെ പോലെ ഇപ്പോൾ എന്താണ് നമുക്ക് നോമ്പ് കഴിയുന്നേ ഇല്ല. നിങ്ങളെ അഭിപ്രായം എന്താണ് അതിൽ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
എന്നെക്കൂട്ട കഴിയൂല ഗൈസിൻ്റെ അനിയത്തിനെ എത്ര നന്നാക്കാൻ നോക്കിയാലും ഓള് ഞങ്ങൾ ടേബിൾ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലോട്ട് ഇടാൻ തന്നെ കാരണം ഇവളാണ് കേട്ടോ. ഇവള് പറഞ്ഞു ഇങ്ങനെ ടേബിൾ ഇടണം, നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഒക്കെ ബെഡിലൊക്കെ ഇങ്ങനെ കുഷ്യൻ പോലെ ആയിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൾ ഈ ഒരു സമയം എന്താക്കും, നോമ്പ് തുറക്കാൻ മുമ്പേ തന്നെ അവൾ വന്നിരിക്കും. എന്നിട്ട് തലേണൊക്കെ സൈഡിലൊക്കെ വെച്ചിട്ട് തിന്ന് വയറ് ഫുള്ളാവുന്ന സമയമൊക്കെ ഒരു മണ്ടപ്പ് വരുമല്ലോ, അപ്പം കെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാതും ആ സമയം അപ്പാടെ അങ്ങനെ കെടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അവൾ എന്താക്കി വെച്ചിന് പ്രിപ്പയർ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഇവൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനൊക്കെ എന്താ മാർഗം എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ ഇപ്പോൾ പോയിക്കണ കേട്ടോ കടയ്ക്ക്. അപ്പോൾ ഈ ഒരു സമയം അപ്പോൾ തന്നെ എൻ്റെ ഇപ്പോൾ കടയിലോട്ട് പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ മെല്ലെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഈ ഒരു സ്വഭാവം എൻ്റെ ഇപ്പം ഉണ്ടെങ്കിലും ഓളിങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ. അങ്ങനെ ഈ ഒരു ഇരുത്തം കുറേ സമയം ഞാനിരുന്നു. ഇരുന്ന് കുറച്ചായപ്പോൾ എല്ലാവരോടും എണീറ്റാൻ പറഞ്ഞ് അങ്ങനെ പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം എന്താക്കി ഈ ഷാബാങ്ക് കൊടുത്തു. അപ്പോൾ ആ സമയം ഞങ്ങൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, അങ്ങനെ അത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താക്കി ഫുഡ് കഴിക്കേണ്ടി കേട്ടോ. ഫുഡ് ഞാൻ ചോറും പിന്നെ കറിയായിരുന്നു, പിന്നെ എന്താക്കി കഞ്ഞി പിന്നെ ചിക്കൻ. അപ്പോൾ ഗായ്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അവിടെ വീഡിയോയിലായിരുന്നു സ്പെഷ്യൽ എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരും, നിങ്ങൾ ഷെയർ ചെയ്യുക, എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.